കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടുമെന്ന് ബി.ജെ.പി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഫയലിൽ ഒപ്പുവെച്ചുവെന്നും ഇക്കാര്യം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നും ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി. നാളെ സർക്കാർ ഉത്തരവിറങ്ങുമെന്നും എം.എൽ. അശ്വിനി വ്യക്തമാക്കി. ടോൾ പിരിവ് അവസാനിപ്പിച്ചതിൽ കുമ്പളയിൽ ബി.ജെ.പിയും സംയുക്ത സമരസമിതിയും ആഹ്ലാദ പ്രകടനം നടത്തി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ടോൾ പിരിവ് ഇത് അടച്ചുപൂട്ടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു തീരുമാനമായതാണോ വിഷയത്തിൽ? അമൃത, ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കേരളം ഇക്കാര്യം അറിയുന്നത്. കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടാൻ നടപടിയെടുത്ത കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിക്കും പ്രധാനമന്ത്രിക്കും നന്ദി എന്നാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. ഇതിന് പിന്നാലെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. ടോൾ പ്ലാസ 48 മണിക്കൂറിനുള്ളിൽ അടച്ചുപൂട്ടും. ആ ഫയലിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചെന്നുകൂടി സൂചിപ്പിച്ചു. നാളെ ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇറങ്ങുമെന്നും ബി.ജെ.പി. വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുകയാണ്. ഒന്ന്, ഈ സമരസമിതിക്ക് നേതൃത്വം നൽകിയ A.K.M. അഷ്റഫ് എം.എൽ.എയും ഈ സമരസമിതിയുടെ വിജയമെന്ന രീതിയിൽ ഈ കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ A.K.M. അഷ്റഫ് എം.എൽ.എ നാട്ടിലേക്ക് തിരിച്ചു. ഇതിനെ കെ സുരേന്ദ്രൻ നാളെ രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾ വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കൂടി പോയിരിക്കുന്നു. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.